മാഡത്തിനോട് തന്നെ ഞാൻ ആദ്യം ചോദിക്കാം. അങ്ങറ്റത്തേക്കുന്ന മാഡം, ഈ കോഴികളെ കുറിച്ച് കുറെ നാൾ ഗവേഷണം നടത്തി എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ അല്ലേ ഇപ്പൊ പറയണമെന്നില്ല. എന്നല്ല ചോദ്യം ചോദിക്കണമെങ്കിൽ ഈ കോഴിയെ കുറിച്ച് പറയുന്ന കാര്യം, കോഴിയെ കുറിച്ച് എനിക്ക് ഒരുപാട് സംശയങ്ങൾ അറിയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കോഴി പൊരുന്നയാവുന്നതിന് മുമ്പ് എത്ര മുട്ടയിടും? നാടൻ കോഴി 15-16 മുട്ട ഇടും. 16 മുട്ട കഴിഞ്ഞാൽ പൊരുന്നും അല്ലേ? അത് കഴിഞ്ഞിട്ട് പൊരുന്നു. ഇപ്പൊ പൊരുന്ന ഇല്ലാത്ത ഇനം കോഴികൾ ഇറങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ? ശരിയാ. അപ്പൊ ദിവസവും മുട്ട ഇടും? ദിവസം ഇടൂല. 2-3 ദിവസം അടുപ്പിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇടാണ്ടിരിക്കും. ഇത് ഗവൺമെന്റ് ജോലി പോലെയാണ്. അല്ല, അത് അങ്ങനെയാണ്. അവർക്ക് ഭക്ഷണത്തിന് അവർക്ക് ദഹനം കിട്ടി ഉണ്ടാവണല്ലോ. പക്ഷെ എന്താ, എല്ലാ ദിവസവും മുട്ടാന്നാ പറയുന്നത്. പക്ഷെ ഇടയ്ക്ക് മാത്രം ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന കോഴി വർഗത്തിന്റെ പേരെന്താണ്? ഗ്രാമപ്രിയ. ഗ്രാമപ്രിയ. ആഹാ, ഏതോ നാടിനെ പറ്റിയുള്ള ടെലിഫിലിമിന്റെ പേര് പോലെ. അല്ലല്ല, കോഴിന്റെ പേരാണത് ഗ്രാമപ്രിയ. പ്രാവിന്റെ തലേ ബ്രോയിലർ ഉടലും. പ്രാവിന്റെ തലയും ഇതിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കുഞ്ഞൊന്ന് കൊണ്ടുവരാന്നില്ല ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ഗ്രാമപ്രിയനെ. അതിന്റെ കാലിങ്ങനെ തോല് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് അലങ്കാര കോഴി മോളെ. അത് അലങ്കാര കോഴികൾ, കരിങ്കോഴി. അവര് മുട്ടയിടില്ല. അതുകൊണ്ട് പിന്നെ അത് അലങ്കാരത്തിന്റെ ജോഡിക്ക് 500-800 വില. ചോദ്യം നമുക്ക് മാലപ്പടക്കം പടവടം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത്രയും വാചാലായിരിക്കണം ഉത്തരങ്ങൾ പറയുമ്പോൾ. ഓക്കെ. റിസർവ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ 18 വയസ്സ് കഴിയണം. ശരിയാണ്. ജനിക്കുന്ന സമയത്തെ വലിപ്പത്തിലും ഏറ്റവും വലിയ ജീവി ആനയാണ്. ശരിയാണ്. ഉറുമ്പിന് 6 കാലുണ്ട്. ശരിയാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തുവാണ് വജ്രം. ശരിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. ശരിയാണ്. പറഞ്ഞ ഉത്തരങ്ങളിൽ എത്ര തെറ്റുകൾ ശരിയാണെന്നും എത്ര ശരികൾ തെറ്റാണെന്നും പറയാൻ നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. പുരുഷന്റെ ഭക്തി നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. വാ നോക്കാം. എന്റെ ആദ്യത്തെ ചോദ്യം, റിസർവ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ 18 വയസ്സ് കഴിയണം. ചേച്ചി പറഞ്ഞത് ശരിയെന്നാണ്. അത് തെറ്റാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, റിസർവ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. അവിടെ ചെക്കും ATM ഒന്നുമില്ല. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് രാജ്യത്തെ ധനസ്ഥിതി നിയന്ത്രിക്കാനുള്ള ഒരു സിസ്റ്റമാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ്. റിസർവ് ബാങ്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനേക്കാളും വലിയ പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റിസർവ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ 18 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ ഉത്തരം ശരി എന്ന് പറഞ്ഞത് തെറ്റാണ്. 0 മാർക്ക്. പിന്നെ ഞാൻ ചോദിച്ചു, ജനിക്കുന്ന സമയത്തെ വലിപ്പത്തിലും ഏറ്റവും വലിയ ജീവി ആനയാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ചേച്ചി ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഏത് ജീവിയായിരിക്കും ഏറ്റവും വലുത്? നീലത്തിമിംഗലമാണ്. അപ്പൊ നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞാണ് ഏറ്റവും വലുത്. ജനിക്കുമ്പോഴും ആനയുടെ കുഞ്ഞല്ല. നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് അവിടം വരെ പോകും. കൊച്ചിനെ കാണാൻ പോകുമ്പോൾ മറ്റേ റസ്കൊന്നും മേടിച്ചുകൊണ്ട് പോയാൽ പോലെ 2-3 ഡോൾഫിന്റെ കുഞ്ഞുങ്ങളെങ്കിലും തിന്നാനിട്ട് കൊടുക്കണം. ആ പരുവത്തിലാണ് നമ്മൾ പോകണം. എത്ര ലിറ്റർ പാല് കുടിക്കുന്നറിയോ? 200 ലിറ്റർ പാല്. ആ പരുവത്തിലാണ് നീലത്തിമിംഗലത്തിന്റെ ഒക്കെ കുഞ്ഞൊക്കെ കിടക്കുന്നത്. ആനക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നന്ദിനെ കണ്ടിട്ടുണ്ടോ? ഇത്രയും വികൃതിയും ഇത്രയും കാണാൻ രസമുള്ള വേറൊരു കുഞ്ഞില്ല. ആകെപ്പാടെ ഈ പൊക്കവും ചെറിയൊരു തുമ്പിക്കൈയും ഭയങ്കര വികൃതിയായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് ആനയുടെ കുഞ്ഞെന്ന് പറയുന്നത്. തിമിംഗലത്തിന്റെ കുഞ്ഞ്, ഞാനൊക്കെ എന്തോരം തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളതെന്നറിയാമോ? സത്യമായിട്ടും. പിന്നെ എപ്പോഴാ കണ്ടത് പറയൂ. ഇന്റർനെറ്റ് എടുത്തിട്ട് തിമിംഗലം കുഞ്ഞ് അടിച്ചു നോക്ക്. അപ്പൊ തന്നെ ഇഷ്ടം പോലെ തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിച്ച് നടക്കണം നമുക്ക് കാണാം. നേരിട്ട് കണ്ടെന്ന് ആരാ പറഞ്ഞത്? മൂന്നാമത് ഞാൻ ചോദിച്ചത് ഉറുമ്പിന് 6 കാലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ശരി, അത് ശരിയാണ്. 10. അതെ. കുട്ടീനെ പല കേന്ദ്രങ്ങൾ ഞങ്ങള് ഞാൻ തിമിംഗലത്തിന്റെ കുഞ്ഞിനെ കണ്ടിട്ട്, ഞാൻ ആനക്കുട്ടീനെ വലിയ ഇഷ്ടാ. ഈ തിമിംഗലത്തിന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെന്ന് ചേച്ചി പറയുമ്പോ കണ്ടവരൊന്നും കേരളത്തിലില്ല. തിമിംഗലത്തിന്റെ കുഞ്ഞ് കടലിന്റെ എത്രയോ അടിയിലാണ്. തിമിംഗലം പോയിട്ടുണ്ട്. എത്രയോ മൃഗശാല പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. മൃഗശാല തിമിംഗലം ഇല്ല. ചേച്ചി തിമിംഗലത്തിനെ കൊണ്ടുവന്ന് മൃഗശാല ഇടണം കണ്ടല്ലോ. തിമിംഗലം ഈ ഓഡിറ്റോറിയത്തിനേക്കാൾ വലുതാണ്. അവിടെ അതിനെ മൃഗശാല കൊണ്ടിട്ട് എന്തോ തീറ്റിട്ട് കൊടുക്കുമെന്ന് പറ. അടുത്തത് ഞാൻ ചോദിച്ചത്, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തു വജ്രമാണ് എന്നുള്ളതാണ്. നോക്കട്ടെ അത് ശരിയാണോന്ന്. അത് ശരിയെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. 10 മാർക്ക് ചേച്ചി കിട്ടി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അത് ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. അപ്പൊ ആരാണ് രാഷ്ട്രശില്പി? ജവഹർലാൽ നെഹ്റു. അല്ല ഇനി ഒന്ന് ചിന്തിച്ചേ പറയുള്ളൂ. തിമിംഗലത്തിന്റെ കേസിൽ അടി പറഞ്ഞിരിക്കുക. ഇനി അടുത്ത തെറ്റും കൂടെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇത് അടിക്കാനായിട്ടില്ല.
ഇങ്ങനെയൊക്കെ ചിരിക്കല്ലേ, അടുത്ത ഊഴം നമ്മുടെയാണ്. ഈ പഴുത്തല്ല വീഴുമ്പോ പച്ചല ചിരിക്കും എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ അടക്കാൻ പറ്റുന്ന തമാശയായിട്ട് ചിരിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യും? ഓഡിയൻസ് എല്ലാരും ചിരിക്കണ്ടോ? സംപ്രേഷണം നടക്കുമ്പോ ഫീഡ്ബാക്ക് അറിയാം. ചിരിയുടെ പാലപ്പടക്കം തന്നെയാണ് ഹോം മിനിസ്റ്റർ ഒന്ന്. ചേച്ചി 4 മണിക്കൂർ TV ആണെന്ന് ഒരാൾ ഫീഡ്ബാക്കിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ പറയാനാ? സത്യം പറ, ചാനലുകളുടെ റേറ്റിംഗ് പറഞ്ഞു കൊടുക്കുന്നത് ചേച്ചിയല്ലേ? ഇല്ല. ഉറപ്പാണോ? ഓക്കെ, അപ്പൊ ചേച്ചിയോടുള്ള ചോദ്യങ്ങളിലേക്ക് ഞാൻ വരികയാണ് കേട്ടോ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ. തെറ്റാണ്. കിലുക്കം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് വേണുനാഗവള്ളിയാണ്. തെറ്റ്. വിഷൂചിക എന്ന് ആയുർവേദത്തിൽ പറയുന്ന രോഗമാണ് കോളറ. തെറ്റ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഉള്ള ജീവിയാണ് പാമ്പ്. ശരി. ഔഷധങ്ങളുടെ രാജ്ഞിയാണ് ഇൻസുലിൻ. ശരി. ശരി, ഓക്കെ. ഇനി ചിരിക്കാൻ തയ്യാറായി നിന്നോട്ടോ, ഇത് നിങ്ങൾക്ക് ചിരിക്കാനുള്ള സമയമാണ്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോമഡി തരാൻ പോകുന്നത്. എന്നിട്ട് കോമഡി കണ്ടാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ടെലികാസ്റ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, അപ്പൊ ഒന്ന് കരുതിയിരുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം, കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷിയാണ് മൂങ്ങ എന്നായിരുന്നു. ചേച്ചി തെറ്റ് എന്നാണ് പറഞ്ഞത്, എന്നാൽ ഉത്തരം ശരിയാണ്. കാരണം മൂങ്ങ രാത്രി സമയങ്ങളിൽ ഇതിന്റെ ഈ കീടാണുക്കളെ, നമ്മൾ കീടാണുമല്ലല്ലോ, ഈ പുഴുക്കളെയും അതിനെ കീടങ്ങളെയൊക്കെ തിന്നുന്നത് കൊണ്ടാണ് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മൂങ്ങ. അത് ശരിയായിരുന്നു, ചേച്ചി തെറ്റെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ചോദിച്ചു, കിലുക്കം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് വേണുനാഗവള്ളിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് തെറ്റാണ് എന്ന് പറഞ്ഞു, എന്നാൽ അത് ശരിയാണ്. അതും തെറ്റിപ്പോയി. വിഷൂചിക എന്ന ആയുർവേദത്തിൽ പറയുന്ന രോഗമാണ് കോളറ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് തെറ്റാണ് എന്ന് പറഞ്ഞു, എന്നാൽ അത് ശരിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി പാമ്പാണ് എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു അത് ശരിയാണെന്ന്. അത് ശരി തന്നെയാണ്. 10 മാർക്കുണ്ട്. കാരണം പാമ്പിന് തല കഴിഞ്ഞാൽ പിന്നെ വാരിയെല്ലോട് വാരിയല്ല, ഇങ്ങ് ബാക്ക് വരെ വാരിയല്ല. ഏതെങ്കിലും മൃഗശാലയിൽ കൊണ്ട് പാമ്പിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഓയോ? PQRSTW. ഏത് പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്? പെരുമ്പാമ്പ്, പിന്നെ മലമ്പാമ്പ്, മറ്റേ ആനക്കോണ്ടെ കണ്ടായിരുന്നോ? ആനക്കൊമ്മ. ആരെ കൊണ്ടാന്നോ? ആനക്കുട്ടിയോ? അല്ല, പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ വന്നായിരുന്നല്ലോ ഒരു 3-4 പേര്. അനക്കോണ്ട, തിരുവനന്തപുരത്ത്. ഞാൻ കണ്ടില്ല മോളെ. കണ്ടില്ല അല്ലേ? അനക്കോണ്ടെ കണ്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ ഒരു ചിരിയില്ല. ഞാൻ അതിനു വേണ്ടി ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞത്. നേരത്തെ എന്തൊരു ഇപ്പൊ അടുത്ത ചോദ്യം ഇനി എന്താ റേറ്റിംഗ് വരുമ്പോ കാണാം കേട്ടാ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത്. അടുത്ത ഞാൻ ചോദിച്ചു, ഔഷധങ്ങളുടെ രാജ്ഞിയാണ് ഇൻസുലിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ശരിയാണ് എന്ന്, എന്നാൽ അത് തെറ്റാണ്. ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പെൻസിലിൻ എന്ന് പറയുന്ന സാധനമാണ്. ഔഷധങ്ങളുടെ രാജ്ഞിയാണ് എന്നറിയപ്പെടുന്നത്, ഇൻസുലിൻ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 മാർക്കാണ് ചേച്ചിക്ക് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോഴും അങ്ങ് ചിരിക്കുക, പല്ല് കാണിച്ച് ചിരിച്ചോളൂ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ആള്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, ഇളയ മോനുണ്ട്. മൂത്ത മോൻ എവിടെ? ഇപ്പം മൂത്ത മോൻ ഡൽഹിയില. ഡൽഹിയിൽ കുറെ പേരുണ്ടല്ലേ? കമ്പ്യൂട്ടറും ബ്ലൂ ചിപ്പും കൊണ്ട് പഴയ ഡൽഹി അല്ല, മോഹൻ തോമസിന്റെ ഡൽഹി. ഇപ്പൊ മെട്രോയും ഇതൊക്കെ ഇല്ലയോ? മെട്രോ ഈ കുട്ടി ഡൽഹി മെട്രോ കണ്ടിട്ട് പോലും ഡൽഹിയിൽ യാത്ര ചെയ്ത ഒരാൾ വീട്ടിൽ കൊണ്ട് പാസ് വന്നാൽ എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ എവിടെ വരെ പോയി ഡൽഹിയില്? ഡൽഹിയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു ആദ്യം, എന്നിട്ട് ഞാൻ ചേട്ടനോട് മാലപ്പടക്കമൊക്കെ ചോദിക്കണുള്ളൂ. ഡൽഹിയിലെ പിന്നെ ഇന്ത്യ ഗേറ്റിന് ഫ്രണ്ടിലും ബാക്കിലുള്ള പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഐസ്ക്രീം കഴിക്കാനേ പോയിട്ടുള്ളൂ. ഐസ്ക്രീം കഴിക്കുമ്പോഴും കാണാമല്ലോ. ഇന്ത്യ ഗേറ്റ് നിന്ന് കഴിഞ്ഞാൽ കാണാമല്ലോ. ഐസ്ക്രീം കഴിക്കാൻ കാണുമെങ്കിൽ നല്ല ശരിക്കും കാണാമല്ലോ. പിന്നെ രാഷ്ട്രപതി ഭവൻ. എന്നാ പിന്നെ രാഷ്ട്രപതി വന്ന് തന്നെ ഇങ്ങ് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നു. നോക്കാലോ കാണാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. എന്നാലും അത്രയെങ്കിലും പറഞ്ഞല്ലോ. സുരേഷ് ഗോപി 90കളിൽ അവസാനം ചെയ്ത എല്ലാ പടത്തിലും അതിലെ രാവിലെ നടക്കാൻ പോവായിരുന്നു. അത് കണ്ടിട്ടാണ് പുള്ളിക്കാരത്തി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 90കളിൽ ഞാൻ ജനിച്ചിട്ടില്ല. 70-ൽ ജനിച്ച ഒരാൾക്ക് എങ്ങനെ 90-ൽ വീണ്ടും ജനിക്കാൻ പറ്റും? 2 പ്രാവശ്യം ജനിക്കാൻ ഒരാൾക്ക് പറ്റുമോ? അത് സാധ്യമാകുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ റെഡിയാണല്ലോ. റെഡിയാണ്. കല്യാണം കഴിച്ച പ്രേമിച്ചാണോ? പ്രേമിച്ചൊന്നുമില്ല. പിന്നെ ഭരണത്തിനെ കണ്ടു വരുന്നോന്ന് ചോദിച്ചു വിളിച്ചാണ് പോയി. പ്രേമിക്കാനൊക്കെ ആർക്കാ നേരെ? കൈ കിടക്കുന്ന പോക്കറ്റ് കിടക്കുന്ന കാശ് കൊടുത്തിട്ട് പ്രേമിക്കാൻ ഐസ്ക്രീം വാങ്ങിക്കണം, മറ്റേ വാങ്ങിക്കണം, മറിച്ച വരുന്നോ? വരൂ
വിളിച്ചോണ്ട് പോവാം. അങ്ങനെ വരുന്നോന്ന് ചോദിച്ചാൽ വരുന്നെന്ന് പറയത്തക്ക രീതിയിൽ അന്ന് എന്തായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? ഇച്ചിരി ഗ്ലാമർ ചില തോന്നിയാസങ്ങളും ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ആൾക്കാർക്ക് വരുവേ. ഇപ്പോഴും ഗ്ലാമറും തോണ്ട് തോന്നിയാസം അതിനേക്കാളും ഉണ്ട്. ഉണ്ട്. അത് വേണമല്ലോ. അത് വേണമല്ലോ. വേണം തോന്നിയാസം. പിന്നെ നമുക്ക് ജീവിക്കാൻ ഒക്കും. ആ പ്രേമ എങ്ങനെയാ വിളിച്ചു എന്നുള്ള കഥയൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? വിളിച്ചു എന്നുള്ള കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന എന്തോ ഏതാണ് വീട്ടിൽ കളിക്കാനും കണ്ട് പോയിട്ട് ഇങ്ങനെ വരിക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യ ആയിരിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ വരുന്നു. വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മോൻ ചേട്ടാ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞോ? അങ്ങോട്ട് പറഞ്ഞു മോനൻ ചേട്ടാ ഇങ്ങോട്ട് സംസാരിക്കണം എന്ന് പറയോ? ഒരു ലുങ്കിയൊക്കെ ഇങ്ങനെ കൊടുത്ത് ലൈബ്രറി ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താ? അതൊന്നും ആ പരിപാടി ഒന്നുമില്ല. ഓക്കെ ശരി, ബാക്കി പറയോ? അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ സൈക്കിൾ അവിടെ അപ്പൊ ഈ നീളമുള്ളതുകൊണ്ട് സൈക്കിൾ കാല് കുത്തി അവിടെ നിൽക്കാവേ. എന്നിട്ട് ചോദിച്ചാൽ എന്തോ കാര്യമെന്ന് ചോദിച്ചു. അതെനിക്ക് സ്വല്പം സംസാരിക്കാനുണ്ടോ? എന്തോന്ന് ചോദിച്ചെന്നെ പറഞ്ഞു അത് സംസാരിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പൊ എവിടെ പോവാ? അത് ബാങ്കിൽ പോവാ. തിരിച്ചു വരുമ്പം വീട്ടിൽ കൂടെ പോവാ സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, അവിടെ വന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ നിന്റെ വീട്ടിൽ ഞാൻ വരാം എന്നായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് മോഹൻ ചേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ കൊള്ളാതായതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മയോട് പറയുക, ചേച്ചിമാരോട് പറയുക, അവരോട് പറഞ്ഞാൽ ഞാൻ അവർ സമ്മതിക്കത്തില്ലെന്ന്. തല്ലിക്കൊന്ന് കളഞ്ഞാലും വേണ്ടില്ല എന്നിട്ട് കൂടെ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ്. എന്നെമാതിരി ഒരു പിന്നെ മർക്കടൻ്റെ കൂടെ വിടുന്ന വേദം നല്ല വേറെ ആമ്പിള്ളേരുടെ കൂടെ ആവുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു ഒരു പെൺകുട്ടി അവരുടെ തള്ളി അന്തേ വെറുതെ വിടും. എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ജീവിതം വേണ്ടതാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം പട്ടിണിയാവും. കൊണ്ടുവരുന്നത് വെച്ച് വിളമ്പി തരും, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചോണം പോയി. അപ്പൊ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ വീട്ടിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്. 1980 ഇപ്പൊ ടി വി കാണുന്നത്. എന്തൊക്കെ നുണയാണോ ഈ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ പുറകെ 6 മാസം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും വഴിയുടെ വക്കല് ബീഡിയും വലിച്ച് കാത്ത് ഒന്നുമില്ല. വിളിച്ച് ഇപ്പം വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഇങ്ങോട്ടാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അന്ന് കാലത്ത് തന്നെ. അതിന് എന്തോ ഒരു താല്പര്യം തോന്നിയതാ. നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ചേട്ടൻ വന്ന് വന്നേട്ടാ. ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഗീത. ട്വിസ്റ്റാണ് കേട്ടോ. നമ്മൾ റീവൈൻഡ് അടിക്കാണ് നമ്മുടെ ടൈം മെഷീൻ ബാക്കിലോട്ട്. ചേട്ടാ എന്താ എനിക്ക് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. നീയിപ്പോ എവിടെ പോവാ? ഞാനിപ്പോ ബാങ്കിൽ പോവാ. അപ്പൊ റോഡിൽ നിന്നല്ല സംസാരിക്കുന്നത്, നീ ബാങ്കിൽ നിന്ന് പോയിട്ട് വീട്ടിലോട്ട് വരും, ഞാനിവിടെ കാണും. അയ്യോ ഇല്ല, എനിക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്നാ നിങ്ങളുടെ വീട്ടിൽ നിന്റെ വീട്ടിലെപ്പോ കാണുന്നേ? എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വെച്ച് സംസാരിക്കും. ശരി ചേട്ടാ. ഒരു പെണ്ണ് വന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ 100 രൂപ കടച്ചു വെച്ചാ ഇപ്പൊ എവിടെ പോയി? ബാങ്കിൽ പോവാ, വീട്ടിൽ പോ. എന്താ റൊമാൻറ്റിക് ആയിട്ടല്ല. അതാ അതുകൊണ്ടല്ല ഗീത വന്നാ വരും. നീ വന്നൊക്കെ റൊമാൻറ്റിക് ആകാന്ന് പറഞ്ഞ ആരെ കൊണ്ടെങ്കിലും റൊമാൻറ്റിക് ആയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് സ്നേഹമൊന്നും ഇല്ലല്ലോ. ഓർക്കാപ്പുറത്താണ്. ഈ ഓർക്കാപ്പുറത്തല്ലയോ സംഭവം? ഈ വൈദ്യുതി ഓർക്കാപ്പുറത്തല്ലയോ എന്ന് കാണുന്നത്. ഇനി ഓർക്കാപ്പുറത്ത് മാലപ്പടക്കം നമ്മൾ തുടങ്ങാം. അങ്ങോട്ട് നിന്നോ, നമ്മൾ ശരിയാക്കി തരാം. മഞ്ഞപ്പിത്തം ഒരു പകർച്ചവ്യാധി അല്ല. തെറ്റ്. ഒട്ടകപ്പക്ഷിക്ക് ശബ്ദിക്കാനാവില്ല. തെറ്റ്. മമ്മൂട്ടിക്ക് ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് അമരം. ശരി. വിവരാവകാശ അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ സ്റ്റാമ്പാണ്. അല്ല. തെറ്റ്. ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത ചിത്രമാണ് മതിലുകൾ. ശരി. ഓക്കെ. എന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, മഞ്ഞപ്പിത്തം ഒരു പകർച്ചവ്യാധി അല്ല. ചേട്ടൻ തെറ്റ് എന്ന് പറഞ്ഞു, ഉത്തരവും തെറ്റാണ്. മഞ്ഞപ്പിത്തം പകർച്ചവ്യാധിയാണ്, അത് പകരാവുന്നതാണ്. 10 മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഒട്ടകപ്പക്ഷിക്ക് ശബ്ദിക്കാനാവില്ല. അപ്പൊ ചേട്ടൻ തെറ്റെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഒട്ടകപ്പക്ഷിക്ക് ഉഗ്രൻ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ഒട്ടകപ്പക്ഷി സിംഹം ഗർജിക്കുന്നതിനേക്കാൾ ഒച്ചത്തിൽ, കാട് കിടുങ്ങുമാർ ഒച്ചത്തിൽ കരയും. ഒരു കുതിരയേക്കാൾ വേഗത്തിൽ ഓടാനുള്ള ശേഷിയൊക്കെ ഉള്ള ഒരു പക്ഷിയാണ് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത്. ശബ്ദിക്കാനാവില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ഒട്ടകപ്പക്ഷിക്ക് വിവരം വളരെ കുറവാണ്, ബുദ്ധിയില്ല. സ്വന്തം കണ്ണിനേക്കാൾ ചെറിയ ബുദ്ധിയായിട്ടാണ് ഒട്ടകപ്പക്ഷി നിൽക്കുന്നത്. വെറുതെ ശരീരം മാത്രമേ ഉള്ളൂ, അല്ലാതെ വിവരം എന്ന് പറയുന്ന സാധനം ലേശം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു പക്ഷിയാണ് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ ഈ ലോകത്തുണ്ട്, ഒരു കാര്യമില്ല കൊണ്ടൊന്നും. പിന്നെ ഞാൻ ചോദിച്ചത്, മമ്മൂട്ടിക്ക് ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് അമരം. അപ്പൊ ചേട്ടൻ ശരി എന്ന് പറഞ്ഞു, ഉത്തരം തെറ്റാണ്. ആണല്ലോ. ഈ അമരത്തിന് ദേശീയ അവാർഡ് കിട്ടിയ വേറെ ആളുണ്ട്, ആരെന്നറിയാമോ?
മികച്ച സഹനടിക്ക് KPSC ലളിത ചേച്ചിക്ക് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് അമരം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, വിവരാവകാശ അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ സ്റ്റാമ്പാണ് എന്ന് പറഞ്ഞു. തെറ്റെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ തെറ്റെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പല ന്യൂസ് ചാനലുകളിലെ സന്ധ്യക്ക് ഇന്റർവ്യൂ കണ്ടാൽ പറയും, നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്, ഒരു 10 രൂപ കൊടുത്ത് വിവരാകാശത്ത് പോയി നോക്ക്, നിങ്ങൾക്ക് കാര്യം അറിയാലോ എന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ഈ 10 രൂപയുടെ കാര്യമാണ്. ഞാൻ വിചാരിച്ച 5 രൂപയുടെ സ്റ്റാമ്പാണെന്ന് വിചാരിച്ചു. 5 രൂപയുടെ സ്റ്റാമ്പ് തന്നെ മതി, പക്ഷെ 2 ഒട്ടിക്കണം. അല്ല, എന്നാലും കാര്യം നടക്കുള്ളൂ. അടുത്തത്, ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത ചിത്രമാണ് മതിലുകൾ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ശരി, അത് ശരിയാണ്. യാദൃശ്ചികമായിട്ടായിരിക്കും അതിലുള്ള സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് KPSC ലളിത ചേച്ചി തന്നെയാണ്. ശബ്ദം കൊണ്ട് നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആളില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പം ചേട്ടൻ ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് 30 മാർക്കുകളാണ്. ഇക്കഴിഞ്ഞ റൗണ്ടിൽ നമ്മുടെ ഫലം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്ന് പറയുന്ന ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിരിക്കുന്നത് മോഹൻകുമാർ സാറാണ്. 30 മാർക്കുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. തൊട്ടു പുറകെ ആശ ചേച്ചി മൃഗം തിമിംഗലം എന്നൊക്കെ പറഞ്ഞെങ്കിലും 20 മാർക്ക് നേടി നിൽക്കുന്നുണ്ട്. 10 മാർക്ക് കൊണ്ട് ഒരുപാട് ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ഉഷ ചേച്ചിയാണ് തൽക്കാലം ഈ റൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. ചേച്ചി ഇവിടെ വരൂ. എന്ത് പറയാനുണ്ട് ഈ അവസരത്തിൽ? എനിക്ക് ഈ ഷോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇപ്പം ഏതെങ്കിലും പാട്ടൊക്കെ പാടുന്ന ആളാണോ? ചെറുതായിട്ട്. ഏത് പാട്ട് പാടും? എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. ആയിക്കോട്ടെ, നമുക്ക് ആ പാട്ടിന് ഒരു 2 വരി കേൾക്കാം. പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്ന് ചിണുങ്ങാതെ ഒന്നുകൂടെ പൊരുപ്പൂവേ, മനത്തെ കൂട്ടിൽ മഞ്ഞുമനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൻ കിളി തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എൻ്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല.